എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ നല്ല ഈസിയും കഴിക്കാൻ നല്ല ടേസ്റ്റുമായ പഞ്ഞി പോലൊരു വെള്ളപ്പനിയാരത്തിന്റെ റെസിപ്പിയാണ്. നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അരിയൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിന്. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂറോളം കുതിർത്തി വെക്കുക. അതിനുശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞെടുക്കുക. അങ്ങനെ 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ച അരി അതിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് കപ്പിനാണോ അരി എടുത്തതിന് ആ ഒരു കപ്പിന് തന്നെ അളന്നിട്ട് രണ്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അരിയിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഈ ഈസ്റ്റും അല്പം പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-6 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്കൊന്ന് പൊങ്ങി വരും. എന്നിട്ട് അരക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ പകുതിയോളം ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് ഇട്ട് അരക്കേണ്ടി വരും. ഇതുപോലെ പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കുറവായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകരുത്. ഈ ഒരു രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് പൊങ്ങി വരാനുള്ളതാണ്. അത്യാവശ്യം വലിയ പാത്രം തന്നെ എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള അരിയും കൂടി സെയിം രീതിയിൽ തന്നെ അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുങ്ങിക്കിടക്കുന്നതിനും കുറവായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ഇതാ അരച്ചതിന് ശേഷം വീണ്ടും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസും ആയി പോകരുത്, ഒരുപാട് കട്ടിയും ആയി പോകരുത്. ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു 4-5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് ഇതൊന്ന് പൊളിച്ച് പൊങ്ങി വരും. അപ്പോൾ ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മണിക്കൂറോളം ആയിട്ടുണ്ട്. 5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് പൊങ്ങി ഡബിൾ സൈസായി നന്നായിട്ട് പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് കയ്യിലിട്ടിട്ട് ഇളക്കണ്ട. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഉപ്പെല്ലാം കറക്റ്റാണ്, അതുകൊണ്ട് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് വെള്ളപ്പനിയാരം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഉണ്ണിയപ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഓരോ ഡ്രോപ്പ് വീതം ഓയിലോ വെളിച്ചെണ്ണയോ ഇതുപോലെ ഒന്ന് ഉറ്റിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഓരോ ഡ്രോപ്പ് വീതം മതി. വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുത്തതിന് ശേഷം ഞാനൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ് കാണാഞ്ഞത്. അതുപോലെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം മാവ് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി, ഫുള്ളായിട്ട് ഒഴിക്കരുത്. ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും, അതുകൊണ്ട് 1/4 ഭാഗത്തോളം മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചിട്ട് ഒരു 3-4 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ട മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടിട്ട് 1 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇതെല്ലാം റെഡിയായി കിട്ടും. അങ്ങനെ മറിച്ചിട്ടിട്ട് ഇതാ 1 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളപ്പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വെജിറ്റബിൾ കുറുമൻ്റെ കൂടെയോ മുട്ടക്കറീൻ്റെ കൂടെയോ അതുപോലെ ചിക്കൻ കുറുമ, മട്ടൻ കുറുമ അങ്ങനെയുള്ളതിൻ്റെ കൂടെയെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.